ഗുഡ് മോർണിംഗ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സന്തോഷം നിറഞ്ഞ ഒരു പ്രഭാതം കൂടി കാണാൻ നമ്മളെ അനുവദിച്ച നല്ല ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാതത്തിൽ അർപ്പിക്കുന്ന പരിശുദ്ധ ബലിയോട് ചേർത്ത് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിന്റെ പരാജയത്തിന് വേണ്ടി നമ്മൾ കരയുന്നത് കാണാൻ, നമ്മുടെ തകർച്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാ എതിർ ശക്തികളെയും നിർവീര്യമാക്കാൻ ഇന്ന് ഈ വചനത്തെ നമുക്ക് സ്നേഹത്തോട് സ്വീകരിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായം 10 മുതലുള്ള തിരുവചനങ്ങൾ. ഈ 3 തിരുവചനം ഇന്ന് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ, ഈശോയുടെ വലിയൊരു സ്നേഹം അനുഭവിക്കുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. തിരുവചനം ഇങ്ങനെയാണ് നമ്മൾക്ക് ബോധ്യം തരുന്നത്. ഈശോ നമ്മളെ വിളിച്ച് നമ്മളെ ആശ്വസിപ്പിച്ച് സ്നേഹത്തോടുകൂടി പറയുവാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത് കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഏത് പ്രതികൂലമായ സാഹചര്യങ്ങൾ നമുക്കുണ്ടായാലും ഈശോയുടെ വലത് കരം കൊണ്ട് നമ്മളെ പൊതിയുമെന്ന ആ വലിയൊരു സ്നേഹം, ആ ഒരു സത്യം നമുക്ക് മനസ്സിലാക്കാം. വീണ്ടും തിരുവചനം നമ്മളെ ശക്തിപ്പെടുത്തുന്നു. നമ്മുടെ സംഭ്രമം കണ്ടിട്ട്, നിന്നെ ദ്വേഷിക്കുന്നവർ ലജ്ഞിച്ച് തല താഴ്ത്തും, നിന്നോട് ഏറ്റുമുട്ടുന്നവർ നശിച്ച് ഒന്നുമില്ലാതാവും. ഇന്ന് ഈ വചനം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ തകർച്ച വേണ്ടി കാത്തിരിക്കുന്നവരെ, നമ്മൾ ലജ്ഞിച്ച് പരാജയപ്പെട്ടിരിക്കുന്ന അവസ്ഥ കാണാൻ കാത്തിരിക്കുന്നവരെ ദൈവം തന്നെ ഏറ്റെടുത്തോളും. നമ്മൾ അവരുടെ പുറകെ പോയി പ്രതികാരം ചെയ്യാതെ വചനത്തെ മുറുകെ പിടിക്കാൻ നമുക്ക് ശ്രമിക്കാം. വീണ്ടും, നിന്നോട് ശണ്ട കൂടുന്നവരെ നീ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല. നിന്നോട് പോരാടുന്നവർ ശൂന്യരാകും. നമുക്കെതിരെ പ്രവർത്തിക്കുന്ന ശത്രുവാരാന്ന് നമ്മൾ തേടി നടക്കും. പക്ഷെ നമുക്കെതിരെയുള്ള ശത്രുക്കളെ ദൈവം തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവം പ്രതികാരം ചെയ്തോളും. ഇന്നത്തെ ഈ വചനം നമ്മൾ സ്വന്തമാക്കുമ്പോൾ നമുക്കെതിരെയുള്ള എല്ലാ എതിർ ശക്തികളെയും നിർവീര്യമാക്കാൻ അഭിഷേകവും അതിശക്തവുമായി തിരുവചനം സ്വന്തമാക്കിക്കൊണ്ട് ആത്മധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.